ഹലോ ഓൾ, ഇന്ന് ഞാൻ ഇവിടെ വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടൊമാറ്റോ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. മെയിൻ ഇൻഗ്രീഡിയൻസ് വേണ്ടത് ടൊമാറ്റോ, ഗാർലിക്, ഉലുവ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ടൊമാറ്റോ നല്ല പഴുത്തതായിരിക്കണം. ഞാനിവിടെ ടൊമാറ്റോയും ഗാർലിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം, ചൂടാക്കാം. പാൻ ചൂടായി വന്നിട്ട് നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ ഉലുവ ചേർത്ത് കൊടുക്കാം. തീ നന്നായി കുറച്ച് വെക്കണേ. ഉലുവ എണ്ണ മൂത്ത് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. കറിവേപ്പില നട്ടുകൊടുക്കും. ഈ തീ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ, കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിപ്പോൾ കുറച്ചൊരു വെള്ളം കൂടെ ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. എന്നിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റായി. ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്കൊരു 1-2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. ഞാനിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. എല്ലാം ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, റെഡിയാണ്. നമുക്കിനി ഒരു നുള്ള് പഞ്ചസാര ആഡ് ചെയ്യാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാര ഇട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്